ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. കുവൈത്ത്, സൗദി അറേബ്യയിൽ അടക്കം ഇറാൻ ആക്രമണം നിലവിൽ കടുപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി കുവൈത്തിലെ US എംബസിയിലും UAEയിലെ ആമസോൺ ഡേറ്റാ സെന്ററിലും അടക്കം ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. പ്രകോപനം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് GCC കൗൺസിൽ പ്രതികരിച്ചിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യങ്ങളുടെ വിശകലനങ്ങൾക്കായി നമ്മളുടെ പ്രതിനിധികൾ സനൂപ് ശശിധരനും ഒപ്പം ചാന്ദിനിയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സനൂപിലേക്കാണ്. സനൂപ്, നമുക്കറിയാം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ UAEയിലെ സാഹചര്യം നോക്കുമ്പോൾ തന്നെ ദുബായ് അടക്കം ഉള്ള മേഖലയിൽ വാണിജ്യ കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇറാൻ നടത്തുന്നത്. ഇതുതന്നെയാണോ എല്ലാ GCC രാജ്യങ്ങളിലും നിലവിൽ കാണാൻ കഴിയുന്നത്? എന്താണ് ഇന്നത്തെ ഒരു സ്ഥിതി? കഴിഞ്ഞ ദിവസമാണ് റെസിഡൻഷ്യൽ ഏരിയയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇന്ന് അമേരിക്കൻ കോൺസുലേറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. കുവൈറ്റിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം ഇന്ന് ജനജീവിതം ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായതായുള്ള സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല. അത് UAEയിലായാലും ശരി, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലായാലും ശരി, അത്തരത്തിലെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതേസമയം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് കാര്യം കുവൈറ്റ് അടക്കമുള്ള ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആക്രമണത്തിൽ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിനിടയിലുണ്ടായ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചുകൊണ്ട് ചിലർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ജനജീവിതം ഏതാണ്ട് സാധാരണഗതിയിൽ തന്നെയാണ്. ഏതായാലും ശക്തമായി തന്നെ ഇറാൻ്റെ ആക്രമണങ്ങളെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ചെറുക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ശുഭകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെയാണ് GCC രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ നേതൃയോഗം ഓൺലൈനിൽ ചേരുകയും ഇറാന് ശക്തമായ ഒരു താക്കീത് നൽകുകയും ചെയ്തു. സഹോദര രാഷ്ട്രങ്ങളായ ഗൾഫിലെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ശക്തമായി തന്നെ പ്രതിരോധിക്കും എന്ന മുന്നറിയിപ്പ് തന്നെ GCC രാജ്യങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല UAEയുടെ നേരെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ UAEക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ചാഡ്, കൊങ്കോള, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ UAE പ്രസിഡന്റുമായി ടെലിഫോണിൽ ബന്ധപ്പെടുകയും UAEക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലടക്കം ഇന്നും നിരവധി തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാൻ ശ്രമിച്ചുവെങ്കിലും അതിനെല്ലാം തന്നെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു എന്നാണ് കുവൈറ്റിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. അതേസമയം കുവൈറ്റിൽ ചില അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റ് ന്യൂസ് ഏജൻസിയായ കുന ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപകട കാരണം സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അതേസമയം ജീവനക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണെന്നും ആർക്കും ആളപായമില്ല എന്നുമാണ് കുവൈറ്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായും സനൂപ, അതിനൊപ്പം തന്നെ UAEയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്ന് അധികം വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെയാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനം അടക്കം സാധാരണ നിലയിലേക്ക് തടസ്സമില്ലാതെ പ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന സാഹചര്യം. സ്കൂളുകളൊപ്പം ഓൺലൈനായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ആശങ്ക ഒരു വശത്തുണ്ടെങ്കിൽ കൂടി ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? തീർച്ചയായും ജനജീവിതം ഇന്ന് സാധാരണഗതിയിൽ തന്നെയാണ് UAEയിൽ ഉള്ളത്. UAEയിൽ സ്വകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളുകളിലാണെങ്കിൽ ഓൺലൈൻ ലേണിങ്ങിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എക്സാമുകൾ മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി തന്നെ നടക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതേസമയം ഗ്ലോബൽ വില്ലേജ് അടക്കമുള്ള പാർക്കുകളും റിസോർട്ടുകളും എല്ലാം തന്നെ ദുബൈയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ദുബൈയിൽ തന്നെ എക്സ്ചേഞ്ചായ നാസ്ഡാക്ക് ദുബായ് 2 ദിവസത്തേക്ക് അടച്ചിട്ടുകൊണ്ടും വാണിജ്യ എക്സ്ചേഞ്ചായ നാസ്ഡാക്ക് ദുബായ് 2 ദിവസത്തേക്ക് അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള മുൻകരുതലുകൾ UAEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുത്, വർക്ക് ഫ്രം ഹോം എടുക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും ദുബായ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ദിർഹം പിഴയും അതുപോലെ തന്നെ തടവും ശിക്ഷയുണ്ടാകുമെന്ന മുന്നറിയിപ്പും UAE നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
വ്യാജ വാർത്തകളൊന്നും തന്നെ അത്ര കാര്യമായ രീതിയിലോ അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ജനജീവിതവും സാധാരണഗതിയിൽ തന്നെയാണ്. ആളുകൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ തൊഴിൽ എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇന്ന് നിയന്ത്രണം ഉള്ളത്. മറ്റു തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ UAE-യിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായും സനൂപ് തുടരുക. നമുക്ക് ചാന്ദിനിയിലേക്ക് കൂടി ഒന്ന് പോയാൽ, ചാന്ദിനി, നമുക്കറിയാം മറ്റു GCC രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം നിലവിൽ തുടരുകയാണ്. എങ്ങനെയാണ് ബഹ്റൈൻ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്നത്തെ ഒരു സാഹചര്യം? അതെ അഞ്ജു, ബഹ്റൈനിലെ സൽമാൻ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് നേരെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടായതായിട്ടാണ് നിലവിൽ വരുന്ന വിവരം. എങ്കിലും സംഭവത്തിൽ ഒരു ഏഷ്യൻ തൊഴിലാളി മരിക്കുകയും അതിൽ മറ്റു 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായ പ്രതിരോധം അവിടെ തീർത്തിട്ടുമുണ്ട്. രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ഇറാനിയന്റെ ഏത് ആക്രമണങ്ങളെയും മിസൈൽ വ്യോമാക്രമണങ്ങളെല്ലാം തന്നെ ബഹ്റൈൻ പൂർണ്ണമായും തടഞ്ഞതായിട്ടാണ് ബഹ്റൈൻ പ്രതിരോധ സേനയുടെ ജനറൽ കമാൻഡർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ 61 മിസൈലുകളാണ് ഇറാൻ 61 മിസൈലുകളും 34 ഡ്രോണുകളുമാണ് ഇറാൻ ബഹ്റൈന് നേരെ അയച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബഹ്റൈനിൽ ഒരു മരണം നടന്നു എന്നുള്ളതാണ് സങ്കടമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കൂടുതൽ ഭീഷണികൾ തടയുന്നതിന് പ്രതിരോധ സംവിധാനങ്ങളും പരമാവധി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ബഹ്റൈന്റെ ജനറൽ കമാൻഡർ അറിയിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തെ താമസക്കാരുടെ സുരക്ഷയും തന്നെയാണ് മുൻഗണന നൽകുന്നത്. എല്ലാ താമസക്കാരും പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ വീടിനെ തുടരണമെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കാൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം പുറത്തു പോകണമെന്നും ജനറൽ കമാൻഡർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഔദ്യോഗികം സ്ഥിരീകരിച്ചതുമായ വിവര സ്രോതസ്സുകൾ മാത്രം ആശ്രയിക്കുക, അത് മുന്നിൽ കണ്ട് മാത്രം പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിലപാടാണ് ബഹ്റൈൻ കൈവരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബഹ്റൈനിൽ വ്യോമാപകടങ്ങൾ നടത്തതിനാൽ ഇപ്പോഴും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന പ്രവർത്തനങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലേക്ക് വരികയാണെങ്കിൽ ഖത്തറിൽ ഇറാനിൽ നിന്ന് രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലേക്ക് വിക്ഷേപിച്ച ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടുന്ന എല്ലാ വ്യോമാക്രമണങ്ങൾക്കും മറുപടി നൽകിയതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഖത്തർ ന്യൂസ് ഏജൻസി നടത്തിയ പ്രസ്താവനയിൽ നിരീക്ഷണ പരിധിയിൽ പ്രവേശിച്ച ഉടനെ ഇറാന്റെ എല്ലാ വ്യോമാക്രമണങ്ങളും നിരീക്ഷണ പരിധിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അത് നിർവീര്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഖത്തർ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശവും വ്യോമാതിർത്തിയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഖത്തർ തുടർന്നും സ്വീകരിക്കുന്നുണ്ട്. ആരും ജാഗ്രതയോടെ ഇരുന്നാൽ മതി, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സംരക്ഷണവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഖത്തർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഖത്തറും ഇതേ രീതിയിൽ വ്യോമാതിർത്തി അടച്ചതിനാൽ ഖത്തർ എയർവേസിന്റെ വിമാന പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നത് സുരക്ഷിതമാണെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രം എയർലൈൻ സർവീസുകൾ പുനരാരംഭിക്കുന്ന രീതിയിലാണ് ഖത്തർ അറിയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് സനൂപിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, വ്യോമയാന മേഖലയുടെ കാര്യം പറഞ്ഞാണ് ചാന്ദ്രൻ നിർത്തിയത്. UAE-യിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് സനൂപ്? ജനറൽ ഏവിയേഷൻ അതോറിറ്റി വ്യോമയാന മേഖലയുടെ അടച്ചിടൽ തുടരുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. UAE-യിലെ വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇത് അങ്ങനെ തന്നെ തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഫ്ലൈ ദുബായ്, ഇൻഡിഗോ, എയർ ഇന്ത്യ, അതുപോലെ തന്നെ എമിറേറ്റ്സ് തുടങ്ങിയ എല്ലാ വിമാന സർവീസുകളും, എയർ അറേബ്യ തുടങ്ങിയ എല്ലാ വിമാന സർവീസുകളും അവരുടെ മിഡിൽ ഈസ്റ്റിലെ ഓപ്പറേഷൻസ് നിർത്തിവെച്ചിരിക്കുകയാണ്. GCC-യിലെ രാജ്യങ്ങളടക്കം തന്നെ വ്യോമ അതിർത്തികൾ അടച്ചിരിക്കുന്നു, വ്യോമപാതകൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറക്കുന്നതുവരെയും ഏതായാലും ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം തന്നെ തുടരും. ഹമദ് വിമാനത്താവളം അടക്കമുള്ള അടഞ്ഞു തന്നെ കിടക്കുമെന്ന കാര്യം നേരത്തെ തന്നെ ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലായാലും ശരി, റിയാദ് വിമാനത്താവളം എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പ്രവർത്തിക്കാൻ സാധ്യമല്ല, ഓപ്പറേഷണൽ ആവില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇൻഡിഗോ അടക്കമുള്ള നേരത്തെ സൂചിപ്പിച്ച വിമാന കമ്പനികളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഓപ്പറേഷൻസ് നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസമായി 400 ചില്ലാനം വിമാന സർവീസുകളാണ് മിഡിൽ ഈസ്റ്റ്
സ്റ്റേക്കുള്ള വിമാന സർവീസുകളാണ് ബാധിച്ചിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ നിർത്തലാക്കിയിരിക്കുന്നു. ഇൻഡിഗോ നിലവിൽ ഫെബ്രുവരി 28 വരെ ബുക്ക് ചെയ്ത എല്ലാവർക്കും റീഫണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകാനോ ഉള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സമാനമായ നടപടിക്രമങ്ങൾ തന്നെയാണ് മറ്റ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ നടക്കില്ല. വിമാനത്താവളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം UAEക്കെതിരായ ആക്രമണത്തിൽ ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം UAE അറിയിക്കുക ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രംപുമായിട്ടും UAE പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിലവിൽ നടക്കുന്നുണ്ടോ? നയതന്ത്ര നീക്കങ്ങൾ ഓരോ രാജ്യങ്ങളുടെയും എങ്ങനെയാണ്? നയതന്ത്ര തലത്തിലുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ അംബാസഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം UAE നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. UAEക്ക് നേരെ നടത്തിയ വ്യാപകമായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് അംബാസഡറെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ടെഹ്റാനിലുള്ള UAE എംബസി അടച്ചിടുകയും അവിടെ നിന്നുള്ള അംബാസഡറെയും മറ്റ് ജീവനക്കാരെയും UAE തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം ഉണ്ടാകുന്നുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് തന്നെയായിരുന്നു ഇരുവരും തമ്മിലുള്ള സംസാരത്തിൽ വിഷയമായത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്ന് സംബന്ധിച്ച് ഇരു രാഷ്ട്ര നേതാക്കളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി എന്നാണ് വാം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും നയതന്ത്ര തലത്തിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു മധ്യസ്ഥ ചർച്ച എന്ന രീതിയിലല്ല. മധ്യസ്ഥതയിലേക്ക് ഏതെങ്കിലും തരത്തിൽ നീങ്ങിയിട്ടില്ല. ട്രംപിന് മേൽ സ്വാഭാവികമായും GCC രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകും. കാരണം GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയ സ്ഥിതിക്ക് ആ ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയായിരിക്കും. GCC രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ട്രംപിന് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് ഒരു സമ്മർദ്ദം ട്രംപിന് മേൽ തീർച്ചയായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ UN അടക്കമുള്ള ഏജൻസികൾ ഇതിൽ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാർപ്പാപ്പ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളും ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധം ഉടൻ അവസാനിപ്പിച്ചുകൊണ്ട് ചർച്ച പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. GCCയിലെ ഒരു വിധം രാജ്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്ന ചർച്ച പുനഃസ്ഥാപിക്കാനും അതുകൊണ്ട് അതിലൂടെ തർക്കപരിഹാരം ഉണ്ടാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. അതിനെ സംബന്ധിച്ച് പക്ഷേ ഏതെങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നതായി ഇതുവരെയും റിപ്പോർട്ടുകൾ ഇല്ല. തീർച്ചയായും എന്തായാലും ഇറാൻ തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല എന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. മധ്യസ്ഥർ മുഖേന ഇറാൻ ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതും ഇറാൻ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. കൃത്യമായ നയതന്ത്ര നീക്കങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് ഇത്തരത്തിൽ മിസൈൽ ആക്രമണങ്ങൾക്കിടയിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ കൂടി UAEയിലടക്കം ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ട്രംപുമായി UAE പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കൂടി കണ്ടുവരാം. ഇന്നലെ രാത്രിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോണിൽ സംസാരിച്ചത്. UAE അടക്കം മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിലെ സ്ഥിതിഗതികൾ വിശദമായി തന്നെ ഇരു നേതാക്കളും വിലയിരുത്തി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെയും യുദ്ധം മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ടെലിഫോൺ സംഭാഷണത്തിൽ വിഷയമായി. നിലവിലെ യുദ്ധം ഗൾഫ് മേഖലയ്ക്ക് പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി തീർക്കുമെന്നും ഇക്കാര്യത്തിൽ ഇരു നേതാക്കളും തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംഭാഷണത്തിൽ പങ്കുവച്ചുവെന്ന് UAE വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. NTV അബുദാബി. ആഗോള വിപണിയിൽ നിലവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $82 എത്തിയിരിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡിന്റെ വില $82.37 ആയിട്ടാണ് ഉയർന്നത്. $78.24 നിന്നാണ് ബ്രെന്റ് ക്രൂഡിന്റെ ഈ വില ഇത്രയും ഉയർന്നിരിക്കുന്നത് എന്നത് ആഗോളതലത്തിൽ വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളും ഏറെ നിർണായകമാകും. സനൂപി പറഞ്ഞതുപോലെ തന്നെ ആഗോള വിപണിയിൽ വലിയ ചാഞ്ചാട്ടം നിലവിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പശ്ചിമേഷ്യയുടെ യുദ്ധ സാഹചര്യം തന്നെയാണ് ഇതിനുള്ള ഒരു കാരണവും. സ്വർണ്ണവിലയിലും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. എന്താണ് വിപണിയുടെ ഒരു ഇന്നത്തെ സ്ഥിതി? അന്താരാഷ്ട്ര വിപണിയിൽ വലിയ തോതിൽ ഈ യുദ്ധം
പ്രതിഫലിക്കുന്നുണ്ട്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ കൂടി, ഇന്ത്യയുടെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ കൂടി വലിയ തോതിലുള്ള നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ ഉയർന്നിരിക്കുന്നു. 7% ഇന്ധന വില ഉയർന്നിരിക്കുന്നത്. സ്വർണത്തിൻ്റെ വിലയിലും ഗണ്യമായ വളർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 22 കാരറ്റ് സ്വർണത്തിന് UAE-യിൽ 600 ദിർഹം ഗ്രാമിന് കടന്നിരിക്കുന്നു. അങ്ങനെ 650ഓളമാണ്, 656 ആണ് 24 കാരറ്റ് സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ഇന്ന്, ദിർഹമാണ് ഇന്ന് UAE-യിലുള്ളത്. അങ്ങനെ സ്വർണത്തിൻ്റെയും എണ്ണയുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാനാണ് ഹോർമുസ് കടലിടുക്കിൽ വലിയ തോതിൽ നിയന്ത്രണമുണ്ട്. അതിലൂടെയാണ് ലോകത്തിന് ആവശ്യമായ 20%-ലേറെ വരുന്ന എണ്ണയുടെ വ്യാപാരം നടക്കുന്നത്, കടന്നു വരുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. എന്നാൽ ഈ ഹോർമുസ് മുനമ്പിൽ ഇറാൻ്റെ യുദ്ധം ആരംഭിച്ചതോടുകൂടി 130-ലേറെ കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ അത് നിയന്ത്രിക്കുമോ എന്ന ഭയമാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എണ്ണവില രൂക്ഷമായി ഉയരും. അത് അന്താരാഷ്ട്ര വിപണിയെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും. നാസ്ഡാക്ക് ആയാലും ശരി, സെൻറ്റ് ജോൺ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ശരി, എല്ലാം ഇത്തരത്തിൽ പ്രതിസന്ധിയിലാണ്. ഡോളറിൻ്റെ മൂല്യത്തിലും ഇടിവ് സംഭവിക്കുന്നുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും ഇടിവ് സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ ലഭ്യമാകുന്ന വിപണിയിൽ നിന്ന് വരുന്നത്. യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ധനവില കുത്തനെ ഉയരും. അത് സാധാരണ ജീവിതങ്ങളെ ബാധിക്കും. കാരണം ഇന്ധനവില കൂടുമ്പോൾ സാധാരണ വസ്തുക്കളുടെ, അവശ്യ വസ്തുക്കളുടെ എല്ലാം തന്നെ വില കുത്തനെ വർദ്ധിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ എല്ലാം വില വർദ്ധിക്കും. അത് സാധാരണ ജീവൻ, അതായത് ദൈനംദിന ജീവിതത്തെയും, ആളുകളുടെ ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ആരംഭിച്ച ശേഷം അന്താരാഷ്ട്ര വിപണിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രതികൂലമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നിരവധി ഫേക്ക് ന്യൂസുകളുടെ ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് സംഘർഷ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഇന്ന് ഇന്റർനെറ്റിൽ പല രീതിയിലുള്ള വാർത്തകൾ പലരും പടച്ചുവിടുന്നുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് UAE പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷം ദിർഹം പിഴയാകും വ്യാജ വാർത്തകൾ നൽകുന്നവർക്കെതിരെ ഉണ്ടാവുക എന്നുള്ള ഒരു അറിയിപ്പ് കൂടി അധികൃതർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 2 വർഷം കുറഞ്ഞത് തടവ് ശിക്ഷ ലഭിക്കുമെന്നും ആണ് അധികൃതർ നൽകുന്നത്. ഇത്തരത്തിൽ വ്യാജന്മാരെ പിടികൂടാൻ ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട്? ദുബായ് പോലീസ് അടക്കം കർശന മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. സനൂപ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഏതൊരാളും തങ്ങൾക്ക് തോന്നുന്ന വാർത്തകൾ പടച്ചുവിടുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുദ്ധം പോലുള്ള ഒരു സമയത്ത് ജനങ്ങളെ ഭീതിയിലാക്കാതിരിക്കുക, പാനിക് ആക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനു വേണ്ടിയുള്ള കർശനമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും തന്നെയാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. സമാനമായ നടപടിക്രമങ്ങൾ UAE-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പടച്ചുവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം ദിർഹം വരെയുള്ള പിഴയും അതുപോലെ തന്നെ 2 വർഷം വരെയുള്ള തടവും ശിക്ഷ ലഭിക്കും എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കർശനമായി തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ദുബായ് പോലീസ് അടക്കമുള്ളവർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കർശനമായ നിയന്ത്രണങ്ങളാണ് ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട്, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, കിംവദന്തികൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പാനിക് ആക്കാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും സനൂപ് ശശിധരനും ഒപ്പം ചാന്ദിനിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ്. ഒരു വശത്ത് നാട്ടിലുള്ളവർക്കടക്കം വലിയ ആശങ്കയുണ്ട് എന്നറിയാം. പക്ഷേ നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ഇവിടെ സുരക്ഷിതരാണ്. ഈ രാജ്യം അതിനുള്ള തക്കതായ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജമാണ്. ആ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും രാജ്യം നടത്തുന്നുണ്ട്. കൃത്യമായ അറിയിപ്പുകൾ ഔദ്യോഗികമായി തന്നെ ഓരോ വെബ്സൈറ്റിലൂടെ കൃത്യമായി ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആശങ്കപ്പെടേണ്ടതില്ല. NTV UAE to the world.